ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റെഫി അടുത്താണെങ്കിൽ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, കാട്ടിൽ പോയപ്പോഴേക്കും അവൻ അമലു എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഒരു തെറ്റ് ചെയ്യുന്ന പറഞ്ഞത്, പോകുന്നതിന് മുമ്പ് അവൾക്ക് വയറ്റിലുണ്ടാക്കിയെന്നാ പറഞ്ഞത്. എന്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി ഒരു ഗുണ്ടയുടെ കഴുത്തി കയറി പിടിക്കുമ്പോഴേക്കും മറ്റേ ഗുണ്ട പറയണ, അവനെ കഴുത്തി കയറി പിടിക്കേണ്ട സ്റ്റെഫി, അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഈ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞത് ഗംഗ തന്നെയാണ്. സ്റ്റെഫി പറയണ്ടില്ല, ഒരിക്കലും അങ്ങനെ ആവാൻ പറ്റില്ല, അവൻ ഒരിക്കലും എന്നെ ചതിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല ഞാനും അവനും കഴിഞ്ഞത്, ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല, അങ്ങനൊന്നും പറയല്ല എന്നോട്, എനിക്ക് അവനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറഞ്ഞത് സഹിക്കാൻ പറ്റില്ല, അവന് വേണ്ടി വീടും നാടും ഉപേക്ഷിച്ചു വന്നതാ ഞാൻ. സത്യം പറഞ്ഞ ചില ആണുങ്ങളൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ ഫുള്ളായിട്ട്, അതായത് ആ മുഴുവനായിട്ട് ഇങ്ങനെ സ്നേഹിക്കുമ്പോഴേക്കും അവരെ ഉപയോഗിച്ച് ആ പെണ്ണ് കുറച്ച് അടുത്ത് വേറെ രീതിയിൽ പോകുന്നവരാ പല ആണുങ്ങളും. പക്ഷെ എന്റെ ഗംഗ അങ്ങനെയല്ല, ഞാനും അവനും ശരിക്കും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്, എന്നിട്ട് പോലും അവൻ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം എന്നെ അത്രമാത്രം ഇഷ്ടമാണ്, അതിനേക്കാളും കൂടുതൽ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ അവനെ വേണ്ടിട്ട് ഞാൻ എന്റെ വീട്ടുകാരെ വരെ ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയല്ലേ, എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും ഞാനിപ്പോ CSRനെ കാണാൻ വേണ്ടി പോവാണ്, പരാതി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോകുവാണ്. സ്റ്റെഫി പോയി കഴിയുമ്പോഴേക്കും ആ ഗുണ്ടകൾ പരസ്പരം സംസാരിക്കാണ്. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്, ഗംഗ ഒരിക്കലും അങ്ങനെ ഇതുവരെയായിട്ട് പോയിട്ടില്ലല്ലോ. പിന്നെ അമലു എന്ന് പറഞ്ഞ പെണ്ണിന്റെ ഫോട്ടോ നീ കണ്ടതല്ലേടാ, അവള് നല്ല സുന്ദരിയാണ്, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അവളാണല്ലോ, അപ്പൊ അറിയാതെ ആ തെറ്റ് സംഭവിച്ചായിരിക്കും. പിന്നെ അവൻ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പെണ്ണിന്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ, അത് അത്രയും കരുതിയാൽ മതി, ഇനി അവനെ കുറിച്ച് ആ രീതിയിലൊന്നും അവളോട് പറയണ്ട എന്നവർ ഇന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. അവിടുത്തെ നമ്മുടെ SI ആണെങ്കിൽ കോൺസ്റ്റബിൾ പറയണ്ട, പുതിയ CA ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, അയാൾക്ക് കൈക്കൂൽ എന്ന് പറഞ്ഞ പേര് പോലും കേൾക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് എന്താ പല സ്റ്റേഷനിലും മുഴുവനായിട്ട് ഇരിക്കാനും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് സ്റ്റെഫി വരാട്ടോ. ഇതാര്, സ്റ്റെഫിയോ? എന്തിനാണ് ഒപ്പിടാൻ വേണ്ടി വന്നതാണോ നീ? സാറേ, ഒപ്പിടാൻ വന്നതാണ്, അതിന്റെ കൂടെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പരാതിയോ? നിനക്കോ? നിനക്കെന്ത് പരാതിയാടി? നിന്നെ കുറിച്ച് മറ്റുള്ളവർക്കാണല്ലോ പരാതി. അല്ല, എന്താ നിനക്ക് പരാതി? അല്ല, ചോദിച്ചു തന്നേ ഉള്ളൂ. ജയിലിൽ വെച്ച് നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചായിരുന്നോ? അതാണോ പരാതി? അങ്ങനെയാണെങ്കിലേ ജയിലിലെ വനിതാ സൂപ്രണ്ടിനാണ് പരാതി കൊടുക്കേണ്ടത് എന്ന് അവിടുത്തെ SI പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സാറേ, ഇവളെ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഇവളാണ് അവളുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇവളാ ഗംഗപ്രസാദിനെ വലങ്കയാന്ന് പറഞ്ഞിട്ട് ഒരുപാടൊന്നല്ല, കുറച്ചൊന്നല്ല അഹങ്കരിച്ചത്, നന്നായിട്ട് അഹങ്കരിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് താൻ പറഞ്ഞ ശരിയാണ്. എന്താണ് നിന്റെ പരാതി? സാറേ, അതെനിക്ക് CA അദ്ദേഹത്തിനോട് നേരിട്ട് പറയേണ്ടതാണ്. നീ പറയുമ്പോ തന്നെ മുഖം കാണിക്കാൻ നിൽക്കല്ലേ CA അദ്ദേഹം? അല്ല, നിനക്കെന്താ ഞങ്ങളോട് പറയാൻ പറ്റില്ല പരാതി എന്ന് പറയുമ്പോ സ്റ്റെഫി ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്നൊന്നും അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അദ്ദേഹം നീ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല, അറിയാലോ. അങ്ങോട്ട് പോയിട്ട് എന്തിനും കനകുനാ സംസാരിച്ചാലുണ്ടല്ലോ, നീ പെണ്ണാണ്, ചെറുപ്പക്കാരെയോട് നോക്കൂല, തേച്ചിട്ട് അലക്കും അദ്ദേഹം. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, നീ ഇവിടെ നിക്ക് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് നമ്മുടെ SI. എന്റെ CA എടുത്ത് പറയണ്ട, സാർ കാണാൻ വേണ്ടി ആ ഗംഗപ്രസാദിന്റെ കാമുകി വന്നിട്ടുണ്ട്. സ്റ്റെഫി അല്ലേ? അവളെന്തിനാ എന്നെ കാണാൻ വന്നത്? സാർ അറിയില്ല സാർ. താൻ ചോദിച്ചില്ലേ എന്താണെന്ന്? എന്തോ ഒരു പരാതി ഉണ്ടെന്നാ പറഞ്ഞത്, ആ പരാതി എന്താന്ന് ചോദിച്ചില്ലേ? അവള് പറയില്ലല്ലോ സാർ, അവള് മുമ്പേ നിഷേധിയാണല്ലോ എന്ന് SI പറയുമ്പോഴേക്കും, ഗംഗപ്രസാദ് കാമുകയാണെങ്കിലും ഈ നാട്ടിലൊരു പൗരൻ ആണല്ലോ അവള്, വിളിക്ക്, എന്തായാലും ചോദിക്കട്ടെ എന്താണെന്ന്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് SI നേരെ സ്റ്റെഫിയുടെ അടുത്തേക്ക് പോവാണ്. എടി, പറഞ്ഞത് ഓർമ്മയിട്ടില്ല, അദ്ദേഹത്തിന്റെ പോയിട്ട് ഒരുമാതിരി കൊനച്ച വർത്താനം പറഞ്ഞ അദ്ദേഹം പിന്നെ ജീവനോടെ വെച്ചേക്കില്ല, കേറിക്കോ എന്ന് പറഞ്ഞിട്ട് SI കൂടി നേരെ പോവാണ്. സ്റ്റെഫിനെയും കൂട്ടിക്കൊണ്ട് CAയുടെ റൂമിലേക്ക്. CA ചോദിക്കുന്നുണ്ട്, ഇതാര്, സ്റ്റെഫിയോ? നീയൊക്കെ വാർത്തയിലും ആ പത്രത്തിലൊക്കെ ഭയങ്കര സംഭവമാണല്ലോ, അതുകൊണ്ട് നിന്നെ കണ്ടില്ലെങ്കിലും നിന്നെയൊക്കെ നല്ല ഓർമ്മയാണെങ്കിൽ പോലീസുകാർക്ക് നിനക്ക് എന്താണോ പരാതി? സാധാരണ നാട്ടുകാർക്കൊക്കെ നിന്നെ കുറിച്ചാണല്ലോ പരാതി. ഇപ്പൊ നീ എന്തിനാ പരാതിയായിട്ട് ഇങ്ങോട്ട് വന്നത്? അല്ല, നീ പുറത്തിറങ്ങി നിനക്ക് എത്ര ദിവസം പരോളുണ്ട്? 2 ആഴ്ച. ആ 2 ആഴ്ചക്കുള്ളിൽ നിന്റെ കാമുകനായിട്ടുള്ള ഗംഗപ്രസാദിനെ ഉപദ്രവിച്ചവരേക്ക് തിരിച്ചു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോടി നീ ഇറങ്ങിയത് എന്ന് CA ചോദിക്കുമ്പോ, സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല സാറേ, പിന്നെ ഞാൻ ഇവിടെ ഒപ്പിടാൻ വന്നതാ, പിന്നെ കൂടെ ഒരു പരാതി തരാനും, അതാ ചോദിച്ചത് എന്ത് പരാതിയാണെന്ന്. സാർ, അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് SIനെ നോക്കാണ്.
അപ്പൊ സിയെ പറഞ്ഞിടോ താൻ അപ്പുറത്ത് പോയി നിൽക്കുക, ഞാൻ ഉള്ള പരാതി ഒന്ന് കേൾക്കട്ടെ എന്ന് പറയണ്ടേ. ശരി സർ എന്ന് പറഞ്ഞ എസ് ഐ അപ്പുറത്തേക്ക് പോവാട്ടോ. എന്റെ സ്റ്റെഫിയോട് ചോദിക്കണ്ട്, പറയടി എന്താണ് നിന്റെ പരാതി? സർ സാറിനറിയാലോ ഗംഗേന്. അയ്യോ ആ മഹാനറിയാത്ത ആരാ ഉള്ളത്? അല്ലെങ്കിലും ഇപ്പത്തെ പെൺപിള്ളേർക്ക് അങ്ങനെയാണല്ലോ, കഞ്ചാവ് അടിക്കുന്നതും കുളിക്കാത്തതും നനയ്ക്കാത്തുള്ള പയ്യന്മാരെയാണല്ലോ ഇഷ്ടം. 2 ആഴ്ചക്കുള്ളിൽ 2 കൊലപാതകം അവൻ ചെയ്തിരിക്കുന്നത്. കാട്ടിലെ മൂപ്പന, അതിനുശേഷം നാട്ടിൽ വന്നിട്ട് ദിലീപിന്റെ അച്ഛനാ, പിന്നെ അതിനു മുമ്പ് കല്യാണിന്റെ അമ്മേനാ. എടി അവനെതിരെ നീ എന്ത് പരാതിയായിട്ടാ വന്നത്? സർ എതിരല്ല സർ, അവനെ കാണാനില്ല സർ, അവനെ ഇത് ജയിലിൽ നിന്ന് പുറത്തായിട്ട് അവൻ ഇതുവരെ കാണാനില്ല സർ, അവനെ അന്വേഷിച്ച് കണ്ടെത്തണം, അതാണ് എന്റെ പരാതി. അവൻ അന്വേഷിച്ചിട്ട് നിനക്കെന്തിനാടി? അല്ലെങ്കിൽ അവനെ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ, അത് വേറൊന്നിനല്ല, അവനെ കൊലക്കയറിന് കൊടുക്കാലോ. സർ ഞാൻ പറയട്ടെ സർ. നീ പറ. ഞാൻ പരോളിന് പുറത്തിറങ്ങിയപ്പോ അവന്റെ 2-3 സുഹൃത്തുക്കളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എന്നിട്ട് അവര് പറഞ്ഞത് കാർത്തികയുടെ വിവാഹ ദിവസം ഖദർ മണ്ഡപത്തിലേക്ക് അവൻ പോയി എന്നാണ്. ആഹാ, അവന്റെ കൂട്ടുകാരെന്ന് പറയുമ്പോ ഗുണ്ടകളായിരിക്കുമല്ലോ. നീ പോകുമ്പോഴേ അവന്മാരുടെ നമ്പർ എനിക്കിതാ, എനിക്ക് അവന്മാരെ പിടിച്ച് ജയിലിലേക്ക് ഇടണം കേട്ടോടി. നമ്പർ തന്നെയോന്ന്? ശരി സർ ഞാൻ തരാം. നീയേ പറഞ്ഞതൊക്കെ എനിക്കറിയാം. അവനെ അവിടേക്ക് ആംബുലൻസിലാണ് പോയത്. ആംബുലൻസ് ഡ്രൈവറിന്റെ മൂക്കിന്റെ പാലൊടിച്ച് തകർത്ത് അയാളെ പിൻഭാഗത്ത് കെട്ടിയിട്ടതിന് ശേഷം ആംബുലൻസ് ആയിട്ടാണ് അവര് കടന്നു കളഞ്ഞത്. ഇതൊക്കെ നീ പറയാതെ എനിക്കറിയാം. അതിൽ കൂടെ നീക്ക് എന്താ അറിയേണ്ടത്? അല്ല സർ, ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കയറി അവൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അവൻ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയണം സർ. അവിടെയുള്ളവരൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ കിരണും കല്യാണി ലക്ഷ്മിയമ്മയും കാർത്തികേക്ക എടി നീയെ അധികം ഊഹിക്കണ്ട, സംശയം ഒന്ന് വെച്ച് പറയണ്ട. സംശയിക്കാനും ഊഹിക്കാനും കൂടെ പോലീസ് ഉണ്ട്. അവനെ കാണാനില്ല, അതല്ലേ പരാതി കൊടുതാ എന്ന് പറഞ്ഞിട്ട് മേടിക്കാണ്. എന്നിട്ട് അത് വായിച്ചു നോക്കുന്നുണ്ട്. ശരി നീ പോവാൻ നോക്ക്. അവനെ കിട്ടിട്ട് നിനക്ക് എന്തിനാടി? അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ തൂക്കുകയറ് ഉറപ്പാണ്. പിന്നെ നീ എന്തിനീ പരാതിയായിട്ട് വന്നത്? അല്ല സർ, കാണാതായവരെ കാണണമല്ലോ. വേണം അത് വേണം. ശരി പോയിക്കോ എന്ന് പറയാണ്. സ്റ്റെഫി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. മറ്റേ സി ആണെന്നുണ്ടെങ്കിൽ സ്റ്റെഫിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം പരാതി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്വേഷിക്കാവുന്ന രീതിയിലാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയൂനെയും കിരണിനെയാണ്. അവർ രണ്ടുപേരും സൈറ്റിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. കിരൺ പറയുന്നുണ്ട്, സരിയോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ ഇന്ന് സൈറ്റിൽ പോയപ്പോ നിനക്ക് എന്തുമാത്രം അറിവാണിപ്പോ. മുമ്പത്തെ പോലെ അല്ല സരിയോ, ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ നീ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. മുമ്പാണെന്നുണ്ടെങ്കിൽ നീ ഒന്നും ചോദിച്ചു മനസ്സിലാക്കാൻ ഒരു ഇൻട്രസ്റ്റും കാണിക്കില്ലായിരുന്നു. ഇപ്പൊ നീ നല്ല രീതിയിൽ തന്നെ നീ നന്നായിട്ട് ഇപ്പൊ പ്ലാൻ ഒക്കെ വരക്കുന്നുണ്ട്. എന്റെ കമ്പനിയിൽ പോയാലും നിനക്ക് നല്ലൊരു കമ്പനി ജോലി കിട്ടും സരിയോ എന്ന് പറയാണ്. അത് എനിക്ക് പോകേണ്ട ആവശ്യമില്ലടാ, നീ ഇപ്പൊ എനിക്ക് നല്ല രീതിയിൽ തന്നെ സാലറി തരുന്നുണ്ടല്ലോ. അതെ, പിന്നെ നിനക്കൊരു മോളാണ് ഉള്ളത്. അവളെ നീ പ്രായത്തിനനുസരിച്ച് പക്വത കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അവളെ നീ നിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കരുത്. അറിയാലോ മുമ്പ് നിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു. ഇപ്പൊ നിന്റെ മോൾ നിൽക്കുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെയാ. അമ്മയാണെങ്കിൽ നിന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മയാണ്. നന്നായിട്ട് ലാളിച്ചാണ് വളർത്തി വലുതാക്കിയത്. അതിന്റെ പ്രശ്നങ്ങളെല്ലാം നിനക്കുള്ളത് കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ നല്ല രീതിയിലാണ് എന്റെ അച്ഛനും അമ്മയും വളർത്തുന്നത്. അതുകൊണ്ട് നിന്റെ കുഞ്ഞ് ഒരിക്കലും വഴിതെറ്റി പോലെ നല്ല കുട്ടിയായിട്ട് തന്നെ അവള് വളരും. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. ആ കാര്യങ്ങൾ ടെൻഷനൊന്നും നിനക്ക് വേണ്ട. നിനക്ക് 10-27 വയസ്സേ ആയിട്ടുള്ളൂ, ഇനിയും ജീവിതം മുന്നോട്ടുണ്ട് എന്നൊക്കെ പറയണം. ആ സമയത്ത് സരിയു എന്തൊക്കെയോ ആലോചിക്കാട്ടോ. കിരൺ ചോദിക്കണ്ട, സരിയു നീ ഇടക്കിടക്ക് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടല്ലോ, എന്താ സരിയു നീ ഇടക്കിടക്ക് ആലോചിക്കണത്? മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നുടാ ഞാൻ എന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട്, അല്ല സരിയു ദേ അവിടെ ഒരു ചായക്കടുണ്ട്, നമുക്കൊരു ചായ കുടിച്ചാലോ? നിനക്ക് ചായക്കട കുഴപ്പമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ലടാ എന്ന് പറയാണ്. നിനക്ക് ആ ചായക്കട ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വന്നിരുന്ന ചായക്കടയല്ലേ? അതെ, നീയും ഞാനും സോണിയും കൂടി വരുമ്പോ കേറിന ചായക്കടയാണ്. ചായക്കടക്ക് ഒരു മാറ്റവും ഇല്ല, വർഷങ്ങളായിട്ടും ആ ചായക്കട അങ്ങനെ തന്നെ. ആ ചേട്ടനെ ഒരു മാറ്റവും ഇല്ല, വാ ഇറങ്ങ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശേഷം കിരൺ പറയണ്ട്, ഞാൻ ഈ ചായക്കടയിൽ അങ്ങനെ അധികമൊന്നും വരാറില്ല. കല്യാണിയായിട്ട് കല്യാണം കഴിഞ്ഞ പിന്നെ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ, പിന്നെ അങ്ങനെ വരാറൊന്നുമില്ല. ചേട്ടാ 2 ചായ, കടുപ്പം കുറച്ചു മതി, മധുരവും കുറച്ചു മതി എന്ന് പറയാണ്. സരിയു നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ടടാ എന്ന് പറയാണ്. ആ സമയത്ത് സരിയു പറയുന്നുണ്ട്, അന്നൊക്കെ എത്ര നല്ല കാലമായിരുന്നല്ലേ. അതിനെ കുറിച്ച് എനിക്കിടക്ക് ആലോചിക്കോടി. നിനക്ക് എന്തൊരു വാശിയായിരുന്നു. ഇത്രയും വാശിയുള്ള പെണ്ണിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എന്തൊരു വാശിയായിരുന്നു നിനക്ക്. അന്ന് നിനക്ക് അത്രയും വാശിയൊന്നും പാടില്ലായിരുന്നു കേട്ടോ എന്ന് പറയാണ്. ഞാൻ ഈ ചായയൊന്നും കുടിക്കാറില്ല, കല്യാണി നന്നായിട്ട് ചായ ഇടും എന്ന് പറയാണ്. അതുകൊണ്ട് പുറത്തു പോയാലും വല്ലപ്പോഴും മാത്രമേ ചായ കുടിക്കാറുള്ളൂ.
കിരൺ നീ ഇടയ്ക്ക് എന്റെ അടുത്ത് വാ, ഞാൻ നിനക്ക് നല്ല ചായ ഇട്ടരാ. ആ താരാണ്ടി പറഞ്ഞു നിനക്ക് പാചകമൊക്കെ നന്നിട്ട് അറിയാന്ന്. അത് നന്നായി സരയു, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ ചായ കല്യാണിയല്ല കിരൺ സരയുവിനും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് സരയുവിനോട് പറയുന്നുണ്ട്, സരയു ഇപ്പത്തെ നീ എന്ത് ശാന്തശീലയാണ്, മുമ്പ് നിനക്ക് ഇത്രയും പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കുറച്ചുകൂടി സ്നേഹിച്ചാനെ എന്ന് കിരൺ പറയണ ആ വാക്ക് കേൾക്കുമ്പോ സരയുടെ സന്തോഷമാവട്ടെ, സ്നേഹിച്ചാനെ എന്ന് പറഞ്ഞ വാക്ക് കേട്ടപ്പോഴേക്കും. അപ്പൊ ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീർന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.